ബാബുൻ അദ്ദീനു യുസ്റു. ദീന് യുസ്റ് വളരെ എളുപ്പമാണ് എന്ന് അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. ദീന് എളുപ്പമാണ്, കടുപ്പല്ല. ഒരു മനുഷ്യന് താങ്ങാവുന്നതേ അള്ളാഹു തആല ദീനിൽ തന്നിട്ടുള്ളൂ. താങ്ങാവുന്നതിലപ്പുറം ഒരാളെയും അള്ളാഹു അടിച്ചേൽപ്പിച്ചിട്ടില്ല. ദീന് എളുപ്പമാണ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. ഒന്ന്, മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്ത നിയമങ്ങളെക്കാൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള നിയമങ്ങൾ വളരെ എളുപ്പമാണ് എന്നതാണ്. മുൻഗാമികൾക്ക് നിയമങ്ങളൊന്നും നമ്മൾ അള്ളാഹു തആല അടിച്ചേൽപ്പിച്ചിട്ടില്ല. മുൻഗാമികൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനുള്ള തൗബ അവനാനെ കൊല്ലുക എന്നുള്ള. മൂസാ അലൈഹിസ്സലാം അനുയായികളോട് പറഞ്ഞ ഖുർആൻ ഉദ്ധരിച്ച് സൂറത്തുൽ ബഖറയിലുണ്ടല്ലോ, ഇത് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നക്കും ളലംതും അൻഫുസക്കും ബിത്തിഖാദികുമുൽ അജ്ല ഫതൂബൂ ഇലാ ബാരിക്കും ഫഖ്തുലൂ അൻഫുസക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അങ്ങനെയല്ല ആയത് അല്ലേ? അങ്ങനെ ഖുർആൻ ആഫിലാണ്. മൂസാ അലൈഹിസ്സലാം അനുയായികളോട് പശുക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അതിനുള്ള തൗബയായിട്ട് പറഞ്ഞ എല്ലാരും കൂടി അവനാണ്ട് കൊന്നോളി എന്നാണ്. അന്നത്തെ ജുമുഅ ഒഴിവാക്കിയ ബനു ഇസ്രായേൽ വിഭാഗത്തോടുള്ള തൗബ, ജുമുഅക്ക് പോയ ആളുകള് പോവാത്ത ആൾക്കാരെ നേരത്തി കൊല്ലുക എന്നുള്ള. ഇതൊന്നും ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ച വീട്ടിൽ ആളുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച നിയമങ്ങൾ വളരെ എളുപ്പമാണ്. മാത്രമല്ല കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും എളുപ്പമാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സുബഹി സമയത്ത് തണുപ്പുള്ള സമയത്ത് എങ്ങാനും ഫർള് നിസ്കാരം 4 ആക്കിയാല് അത് കുറച്ച് കടുപ്പായിരുന്നു. അപ്പൊ 2 ആക്കി. അങ്ങനെ ഉണർന്ന ഉടനെ, പ്രത്യേകിച്ച് ഈ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും അള്ളാഹ്ക്ക് അറിയാലോ. അപ്പൊ ഉണർന്നാളുടെ ക്ഷീണം, കോട്ടുവായും പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നിസ്കരിക്കും വേണം. എന്നാ ഉച്ച സമയത്തുള്ള പോലെ ആലും പാടില്ല, 2 ആക്കി. പിന്നെ ദുആക്കാന്ന് ഉച്ചാകുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പൊ 4. അസർക്കും വലിയ കുഴപ്പമില്ല, അത് 4. മഗ്രിബ് എന്ന് പറഞ്ഞാല് അധ്വാനിച്ചിട്ട് ക്ഷീണിച്ച് വരുന്ന സമയം. അവ സുബഹി പോലെ പറ്റ ചെറുതാക്കിയില്ല, എന്നാ മേപ്പെട്ട് കെടുത്തില്ല, ഇടത്തരായി കൊടുത്തു 3. പിന്നെ ഇശാക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങല്ലേ, അതും 4 ആക്കി. ഇങ്ങനെ മനുഷ്യനെ ഏൽക്കാൻ പറ്റുന്നത് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. 24 മണിക്കൂർ ഉണ്ടായിട്ട് ആകെ 17 റക്അത്തല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ. 5 വക്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ 17 റക്അത്താണ്. മണിക്കൂർ 24 കിട്ടിയിട്ടുണ്ട്. ഇത് ഫർളായത് 17 റക്അത്ത്, ഒരു 170 റക്അത്തൊക്കെ ഏൽപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടല്ലോ. എന്നിട്ടും 17 റക്അത്ത് ഫർളായത് ഏൽപ്പിച്ചിട്ടുള്ളൂ. എല്ലാ മാസവും ഹജ്ജാക്കി എന്തായിരിക്കും അവസ്ഥ? എല്ലാ മാസവും ഹജ്ജാക്കില്ല. നീ പോണവരെന്നെ എല്ലാരും പോയിക്കോളുന്നുണ്ടോ? ഇല്ല. പൈസ വേണോ, ആരോഗ്യമാണോ? ഇവിടെ ആരോഗ്യം നോക്കാൻ പറ്റില്ല, എല്ലാരും അവിടെ അറഫിൽ എത്തണമെന്നാണ് പറഞ്ഞ കഴിഞ്ഞില്ലേ കഥ. വയ്യ, താങ്ങി പോയിക്കോളിന്ന് അല്ലാണ്ട് പറഞ്ഞ എന്താ ചെയ്യ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്താ അങ്ങനെ പറയാൻ അധികാരമില്ലേ? പക്ഷെ പറഞ്ഞില്ല. ഏറിയെന്ന മരിക്കലുള്ളൂ, ഞാൻ സ്വർഗം തരാം പോയിക്കോളിന്ന് പറഞ്ഞൂടെ അള്ളാഹ്ക്ക്. പക്ഷെ പറഞ്ഞില്ല. നിസ്കാരം 17 റക്അത്താക്കി, ഹജ്ജ് കൊല്ലത്തിലാക്കി, എന്നും നോമ്പാക്കിയാവില്ല, 30 ദിവസം നോമ്പ്. അതന്നെ ആകെ 10 മണിക്കൂർ, 24 മണിക്കൂർ നോമ്പാക്കാൻ അള്ളാഹ് കഴിയാത്തോണ്ട മുമ്പ് അങ്ങനെ ആക്കിയിരുന്നു? ഇല്ല. ആകെ സുബഹി മുതൽ മഗ്രിബ് വരെ. അതന്നെ യാത്രയാണെങ്കിൽ തൽക്കാലം വേണ്ട വെച്ചാൽ ഇന്നല്ല നോറ്റോളി എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒഴിവാക്കാൻ പറഞ്ഞ കൂടി കണക്കുട്ടി ഒഴിവാക്കാൻ തന്നെ സമയമുള്ളൂ. യാത്ര തന്നെ ഒഴിവാക്കിക്കോളി, രോഗാണെങ്കിൽ ഒഴിവാക്കിക്കോളി. എന്തൊരു സുഖാണ് ദീനെന്ന് പറയും. ആകെ ചിന്തിച്ചാൽ വളരെ കുറച്ച്, വളരെ എളുപ്പമുള്ളത്. അടിച്ചേൽപ്പിച്ചിട്ട് ഒന്നുമില്ല. ഫർളായത് തന്നെ കഴിയാത്ത സമയത്ത് പിന്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി നിസ്കാരാണോ? അപ്പൊ ഞാൻ ഇന്നലെ ജമ്മുവും കസറും നിസ്കരിച്ചൊക്കെ, കാരണം 13 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്ത്. ആ ലോറ് അസർക്ക് പിന്തിച്ചമ്മാക്കി. ഞങ്ങൾ ഇന്നലെ ലോറ് സ്കെച്ച് 5 മണിക്കാണ്. ഞാൻ ഇന്നലെ ലോറ് സ്കെച്ച് 5 മണിക്കാണ്. ഈ ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്ത് വിടരുത് കേട്ടോ. കാരണം എന്താ, ളുഹറിന്റെ സമയമായപ്പോ ഞാൻ ളുഹർ നിസ്കാരം അസറിലേക്ക് ബന്ധിച്ച് അമ്മാക്കണോന്ന് എത്തിച്ചു. ഇനി മഗ്രിബിന്റെ നിസ്കരിച്ചാൽ മതി.
അപ്പൊ 5 മണിക്ക് ലോറും അസറും കൂടി നിസ്കരിച്ച് 4 റക്അത്ത്, ലോറു 2 അസറു 2. എന്തൊരു എളുപ്പാ ദീനി കാര്യങ്ങള്. പിന്നെ മഗ്രിബ് ഇശ നിസ്കരിച്ചതോ 7 മണിക്ക്, ഇശാൻ കൊടുക്കണതിന് മുമ്പ് 4 നിസ്കരിച്ചു. അങ്ങനെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഏശം കൂടി മുന്തിച്ചിങ്ങോട്ട് ജമാക്കി ആകെ 5 റക്അത്ത് നിസ്കരിച്ചോളൂ. 3 റക്അത്ത് മഗ്രിബ്, 2 റക്അത്ത്. അദ്ദീനു യുസ്ർ, എന്തിനാ എളുപ്പാ അള്ളാഹ് ഏൽപ്പിച്ച പരിപാടിയാണ്. ഒരു പ്രയാസമില്ലൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇനി ഇത് കൊടുക്കാൻ കഴിയാൻ നടക്കണേ അള്ളാഹ് വെറുതെ വിടുക. ഇനി പിന്നെ എളുപ്പം എന്നുള്ളതിന് മറ്റൊരു മാനം കൂടി നമുക്ക് കാണാനുണ്ട്. പൊതുവെ നമ്മൾ ഈ എളുപ്പം എന്ന് പറയുമ്പോ കിട്ടുന്ന സവാബ് ഭയങ്കരാണെങ്കിൽ, പണി കുറച്ച് ഓവറാണെങ്കിൽ എളുപ്പം നമ്മൾ പറയാം. ഉദാഹരണം, ഒരാൾക്ക് ഒരു ദിവസം 5 മണിക്കൂറത്തെ പണിയുണ്ട്, മാസത്തിൽ ശമ്പളം 1000 റുപ്യ ആണെങ്കിൽ എന്താ പറയാ, കുറഞ്ഞ ശമ്പളം ഒരുപാട് പണി. കാരണം കിട്ടുന്ന 1000 റുപ്യ ഉള്ളു. അപ്പൊ ഈ 5 മണിക്കൂർ ഭയങ്കര സംഗതിയായിട്ട് അവതരിപ്പിക്കുക. എന്താണ് മനുഷ്യനൊക്കെ അവസ്ഥ? മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ ശമ്പളം തരുന്നില്ല. മാസം 1000 റുപ്യ ശമ്പളം, 5 മണിക്കൂറാണ് പണി എന്നറിയും. നേരെ മറിച്ച് ഒരാൾക്ക് 8 മണിക്കൂർ പണിയും കൊടുക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലോ കുറഞ്ഞ പണിയുള്ളൂ, എന്തോ ശമ്പളം എന്നറിയാം. കിട്ടുന്ന അനുസരിച്ച് കൊണ്ട് ഈ അധ്വാനത്തിന്റെ ഏറ്റവ്യത്യാസം ഉണ്ടാവും. കിട്ടണ വലിയ കിട്ടലാണെങ്കിൽ അധ്വാനം കുറെ കൂടുതലാണെങ്കിലും ഒന്നും അധ്വാനിക്കണില്ല എന്ന് തോന്നുന്ന, കാരണം അതിനാത്രം കിട്ടണുണ്ടല്ലോ. 60 കൊല്ലത്തിനിടയിൽ ഇത്തിരി കഷ്ടപ്പെട്ടാലും നമ്മൾ ഈ നുള്ളിപ്പെറുക്കി കൂട്ടുന്ന ആരാധനയും അതിന് പകരം അള്ളാഹു തആല തന്നെ സ്വർഗവും തമ്മിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരാധന എന്തെങ്കിലും ആണോ? 60 കൊല്ലം കിട്ടിയാൽ 30 മണിക്കൂർ ഉറങ്ങാണ്. പിന്നത്തെ 30 മണിക്കൂറിൽ ഒരു ദിവസം കൂടി വന്ന ഒരു 17 റക്അത്തിന് ആകെ വേണ്ടി വന്ന ഫർദ് നിസ്കാരത്തിന് 5 വക്ത് ഫർദ് നിസ്കാരം കൂടി കണക്കൂട്ടുകയാണെങ്കിൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങും. 24 മണിക്കൂർ അല്ല നമുക്ക് വന്നിട്ട് മൊത്തം ഫറള നിസ്കാരത്തിന് 1 മണിക്കൂർ വേണ്ടി വരില്ല. സുന്നത്തല്ലേ ഞാൻ പറഞ്ഞേ, ഫർദിന് അതല്ലേ ഫർളുള്ളൂ, മറ്റുള്ളതൊക്കെ സുന്നത്തല്ലേ. പടച്ചോനെ 24 മണിക്കൂർ റബ്ബ് തരണേ, എന്നിട്ട് അവന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ 1 മണിക്കൂർ നീക്കി വെക്കണം എന്നും കൂടി പറഞ്ഞില്ല, ആകെ 15 മിനിറ്റ്. അദ്ദീനു യുസ്റുൻ, ദീന് വളരെ എളുപ്പമാണ്. ഇനി നമ്മളായിട്ട് കടുപ്പം കൂട്ടരുത്, അതാണ് ഇതിൽ ഹദീസിൽ വരുന്നുണ്ട്, നാളെ വായിക്കാൻ. നമ്മളായിട്ട് കടുപ്പം കൂട്ടരുത്. അങ്ങനെ ആകുമ്പോ പിന്നെ അത് അങ്ങനെ തന്നെ ആവും. ചില ആൾക്കാരൊക്കെ ഔലം കറക്കുന്ന ഒതു കൊടുക്കുന്ന കണ്ടാലോ ഒറ്റ പൊതു മുസ്ലിമും ഇസ്ലാമൊക്കെ വരില്ല. ചില ആൾക്കാരൊക്കെ ഔലം കറക്കുന്ന ഒതു കൊടുക്കുന്നുണ്ടാലും ഇസ്ലാമൊക്കെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും ഇസ്ലാമൊക്കെ വരില്ല. ഇവരിങ്ങനെ ഇയാതെ എടുക്കലാണെങ്കിൽ നമുക്ക് ഔലാന്ന് പറയും. കാരണം ആവശ്യമില്ലാതെ കനങ്കൂട്ട ഔലുമ്മക്കാണ്ട് ജാമായിക്ക് എന്നിട്ട് കാണ്ട് കുമ്പിട്ടിട്ട് അടീന്ന് വെള്ളം എടുത്തോണ്ടിരിക. ഇതൊരു കുമാരൻ കണ്ട അയാൾ എങ്ങാനും അവസാനം വരെ ഇസ്ലാമൊക്കെ വരും. ആളെ ആയിരിക്കും ഇതൊക്കെ അതിൽ പെട്ടാണെന്ന്. എല്ലാ സമയത്തും ഇപ്പൊ ഔലിന്റെ അടിക്ക് കുമ്പിടാൻ പറ്റുമോ മനുഷ്യന്? അത് നമ്മളായിട്ട് കനം കൂട്ടരുത്. അതാണ് നമ്മള് കനം കൂട്ടിയാൽ പിന്നെ വലിയ വിഷയമാവും. അത്തയ്യാത്ത കണ്ട് ഒതിനുണ്ടാവാതിരിയാണ്. ഓ അത്തഴയ്യ പല്ലം കണ്ട് തെറിച്ചു പോകും. എന്തിനാ അങ്ങനെ കത്തയ്യാത്ത? എന്തതിന് ആവശ്യമില്ല അങ്ങനെ കത്തയ്യാത്ത. അത് വളരെ എളുപ്പമായി. എന്നോട് ഇന്നലെ ഒരു ചെറുപ്പക്കാരെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് താങ്കളെ വേല വെക്കണ ആളാടെ ഇടങ്ങറായി നിൽക്കണ. എന്തേന്ന് വെച്ച് ലൂർക്ക് നിസ്കരിക്കാണ്ട് വന്നാൽ ചിലപ്പോ അസർ വരെ കൈയ്യട്ടൂല. ലൂറെന്ന നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ നാട്ടിൽ വരണുണ്ടോ വെച്ച് ഇതിനായിട്ടാണ് വരാറിന്. ആ വരുകൊണ്ട് വരുമ്പോ ഒരു ചൂരിലേറ്റ് വരണമെന്ന് പറഞ്ഞു. ഞാൻ മാറ്റിത്തരാം. അതിനാ തന്നെ മാർഗം. ബാക്കിന്ന് പെരടിക്കൊന്നാണ് കൊടുക്കുക, അതില് ബാങ്ങാണ്ട് കെട്ടിക്കൊടുക്കും. അതാണ്, വേറെ ഒരു മാർഗം ഇല്ല. നമ്മളായിട്ട് അതിൽ ഇടങ്ങറുണ്ടാക്കരുത് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സംഗതി വളരെ എളുപ്പമാണ്. വരുമ്പോ സുബഹി നമസ്കാരന്റെ കത്ത് കാണുമ്പോ പിന്നെ ഞാൻ അവിടെ സുബഹി ഉണ്ട് ഇങ്ങനെ ആക്കിയാൽ പിന്നെ കട്ടിലുണ്ടാവില്ല. ഉണ്ടാലേ ഇതിന്റെ ആവശ്യമില്ല. അത് നമ്മളായിട്ട് ഉണ്ടാക്കണാണ്. ഹാർട്ടിനും കേടാണ് അതൊക്കെ. ഈ വലിയ ഉണ്ടല്ലോ ഇത് ഹാർട്ടിനും കേടാണ്. 5 വക്ത് കൊണ്ട് നിയത്തിച്ചാൽ ഒരറ്റാക്ക് അപ്പം ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല. നമ്മളായിട്ട് ഇടങ്ങാറാക്കരുത്. അദ്ദീനു യുസ്റ, അള്ളാഹ് ഏൽപ്പിച്ച ദീന് വളരെ എളുപ്പമാണ്. ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം അള്ളാഹ് ഏൽപ്പിച്ചിട്ട് തന്നെയില്ല.
ഇതിൽ വരുന്ന ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വായിക്കാം. ദീർഘമായ ഹദീസാണ്. അപ്പൊ ദീന് വളരെ എളുപ്പമാണ്. 5 വക്ത് നിസ്കാരം, 17 റക്അത്ത്. യാ അല്ലാഹ്. ഹജ്ജിനിപ്പോ നടന്നു അല്ലാഹ് അറിഞ്ഞു. ചിലർ ഇങ്ങനെ നടന്നാണ്ട് പോകുന്നല്ല. എന്താ അല്ലാഹ് ഹജ്ജിന് നടന്നു പോകുന്നതാണ്. സൗകര്യങ്ങൾ സ്വീകരിക്കാനില്ല അല്ലാഹ് പറഞ്ഞു. ചില ആൾക്കാർക്ക് വന്ന് നടക്കാന്ന് നടന്നോട്ടെ. അങ്ങനെ അല്ലാഹ് പറഞ്ഞിട്ടില്ല. നമ്മളായിട്ട് കടുപ്പം കൂട്ടരുത്. ദീന് എളുപ്പമാണ്. ഇപ്പൊ ആനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി ആവശ്യമില്ല. ഇല്ലല്ലോ. നടന്നു പോയൊരു നരകത്തേക്ക് എത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞു കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളായിട്ട് കനം കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. തറാവി നോക്കൂ, റമളാന്റെ 20 റക്അത്ത്. അതെങ്ങനെ 100 റക്അത്താക്കപ്പ അല്ലാഹു പറ്റൂല. യാ അല്ലാഹ്. ഒക്കെ എളുപ്പമാണ്. എളുപ്പം ഇങ്ങനെ വരികയാണ്. ആകെ 1,00,000 നിങ്ങളെ കയ്യിലൊരു കൊല്ലണെങ്കിൽ അല്ലാഹ് പറഞ്ഞ് 2,500 കൊടുത്താൽ മതി. 1,00,000 റുപ്യ ഒരാളെ കയ്യിൽ ഒരു കൊല്ലം സൂക്ഷിച്ചാൽ 2,500 റുപ്യ മറ്റുള്ളവന്റെ അവകാശത്ത് പോയി സക്കാത്തായിട്ട്. അള്ളാഹ്ക്ക് വരാൻ കയ്യിൽ അതിൽ 25,000 രൂപ ആയി കളിയുന്നു. അള്ളാഹ് പറഞ്ഞാൽ കൊടുക്കണ്ടേ? നമ്മളെ പൈസ അല്ലല്ലോ അത്. അത് 2,500 റുപ്യ, 2.5% ഖലാസ്, 2% കൊടുത്താൽ മതി. 25% കൊടുക്കാൻ പോരാ അള്ളാഹ്ക്ക് കയ്യില്ല. എന്തൊരു എളുപ്പാതീനെന്ന് അറിയോ? അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിട്ട് സഹാബി പറഞ്ഞു, കാട്ടറബിയാണ്. കാട്ടറബിയുടെ ചോദ്യം നല്ല രസം ഉണ്ടാവും, ഗ്രാമറൊക്കെ കുറയും. ഞാന് എല്ലാ കാലത്തും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അമലി എനിക്ക് പറഞ്ഞല്ലോ. അമല ചെയ്ത് എനിക്ക് സ്വർഗം കിട്ടും വേണം. കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. എന്താ ചോദ്യം? തങ്ങളോടൊന്ന് ചോദിക്കാം. കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. അപ്പൊ തങ്ങള് ഇസ്ലാംകാരെ 5 പറഞ്ഞു കൊടുത്ത് 5 വക്ത് നിസ്കാരം. ഞാൻ കൂട്ടണ്ടല്ലോ. നോമ്പ് റമളാനായാൽ പറ്റെങ്കിൽ ഹജ്ജ്, പറ്റെങ്കിൽ കൊല്ലത്ത്. ഇത് ഞാൻ ചെയ്യുന്നത്. അത് പറഞ്ഞാണ്ട് പോകുമ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, അയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ നാളെ സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സുന്നത്തും ആ പഠിപ്പിച്ചു കൊടുത്തതിലില്ല. സുന്നത്ത് എടുക്കണ്ടെന്നല്ല, നല്ല കാര്യമാണ്, സുന്നത്ത് എടുക്കണം. പക്ഷെ അള്ളാഹ് നിർബന്ധമായിട്ട് ഏൽപ്പിച്ചത് ഇത്തിരി കാര്യമുള്ളൂ. മറ്റൊക്കെ പറ്റണ പോലെ ചെയ്യാം. ഇപ്പൊ ഒരാളിപ്പോ യാത്രയിലാണ്, ഇപ്പൊ തിരൂര് പോയി, അവിടെ ട്രെയിൻ വരായൊക്കെയാണ്. അപ്പൊ ഞാനൊന്ന് ചിലപ്പോ സുന്നത്തിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കണം. കാരണം നമുക്ക് യാത്രക്കിടയിൽ മുഴുവൻ എടുക്കാൻ കഴിയില്ല. ബാക്കി നമ്മള് ഫർളായ തന്നെ അള്ളാഹ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ജമ്മും കസറൊക്കെ. പിന്നൊക്കെ നമ്മളെ മനസ്സല്ലാക്ക് അറിയാലോ, അങ്ങനല്ലേ? അപ്പൊ ദീന് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ സുന്നത്തോമ്പ് ആഴ്ചയിലാണെങ്കിൽ ആ 2 ദിവസമല്ലുള്ളൂ, തിങ്കളും വ്യാഴല്ലുള്ളൂ. എല്ലാ ആഴ്ചയിലും 2 ദിവസം, ഒരു 2 ദിവസമല്ല, 5-7 ദിവസമുള്ള 2 ദിവസമല്ല അല്ലോ സുന്നത്താണെങ്കിൽ എടുക്കുകയാണെങ്കിൽ. അങ്ങനെ ദീനാണ്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വളരെ എളുപ്പം. അതാണ് കഴിഞ്ഞിട്ട് മരിച്ച് ഖബറിലെത്തി നമുക്ക് തോന്നും, സമ്മാനം അങ്ങനെ കിട്ടുമ്പോ എന്തൊരു എളുപ്പമാണ്, എന്നിട്ട് വലിയ സമ്മാനം കിട്ടിയത് മരിച്ചാൽ തോന്നും ചെയ്യും. അള്ളാഹു ഇത് അതേ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാനായ അല്ലാഹുവേ, പറഞ്ഞു കേട്ടു നീ കബൂലാക്കണേ അല്ലാഹ്. രാവിലെ തന്നെ സുബഹിക്ക് തണുപ്പ് സഹിച്ചു വരുന്ന ഒരാളെയും നീ ഖൈബാക്കല്ല അല്ലാഹ്. മരിച്ചാൽ ചിരിക്കുന്ന സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജീവിതം നിന്റെ പൊരുത്തത്തിലും ഇസ്സത്തിലും ആക്കി തരണേ അല്ലാഹ്. നീ നൽകിയ എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറുള്ളത് മുഴുവനും നീ ചൊരിഞ്ഞു തരണേ അല്ലാഹ്. 2 ലോകത്തും ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാണക്കേടിൽ നിന്ന്, മാനക്കേടിൽ നിന്ന്, ഗുരുത്തക്കേടിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സയ്യാത്തൊക്കെയും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. ഇബകളൊക്കെ മറക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാട്ടിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. വിശാലത നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഹൃദയത്തിൽ വെളിച്ചം നൽകണേ അല്ലാഹ്. മാരിഫത്ത് നൽകണേ അല്ലാഹ്. മഹബത്ത് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഇഹ്സാനിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ്. തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്.
اجعلنا من خيار أمته ومن معبيه يا رب العالمين. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.